എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രാശികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ വീഡിയോ വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് രാശികളുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാം. വേറെ പ്രധാനപ്പെട്ട ഒരു തരംതിരിവാണ് ദ്വിപാത് രാശി, ചതുഷ്പാത് രാശി, ജലീയ രാശി, കീടരാശി എന്നിങ്ങനെ ഒരു 4 തരംതിരിവുകൾ രാശികളിലുണ്ട്. ദ്വിപാത് എന്ന് പറഞ്ഞാൽ 2 കാലുകൾ, ചതുഷ്പാത് എന്ന് പറഞ്ഞാൽ 4 കാലുകൾ, ജലീയം എന്ന് പറഞ്ഞാൽ ജലത്തിൽ വസിക്കുന്നത്, കീടരാശി എന്ന് പറഞ്ഞാൽ കീടം എന്നുള്ളൊരർത്ഥത്തിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു തരംതിരിവ് രാശികളിലുണ്ട്. അത് ഏതൊക്കെ രാശികൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾക്ക് പഠിക്കാം. മിഥുനം, കന്നി, തുലാം, കുംഭം രാശി, അതുപോലെ തന്നെ ധനുരാശിയുടെ ആദ്യ പകുതി, ഇത്രയും രാശികൾ ദ്വിപാത് രാശികളാണ്. ഇതെന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മിഥുനം രാശി 2 മനുഷ്യരെയാണ് പ്രതിനിധീകരിക്കുന്നത്, യുവമിഥുനങ്ങളെ. മനുഷ്യർക്ക് 2 കാലുകളാണ്. അതുപോലെ തന്നെ മിഥുനം കഴിഞ്ഞാൽ വരുന്ന കന്നിരാശി, അതൊരു കന്യകയാണ്. മനുഷ്യ സ്ത്രീ ആയതുകൊണ്ട് തന്നെ 2 കാലാണ്. മിഥുനം, കന്നി, തുലാം എന്ന് പറയുമ്പോൾ തുലാസേന്ത്യ പുരുഷൻ, അതും പുരുഷൻ മനുഷ്യ രാശിയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അത് ദ്വിപാത് ആയിട്ട് നമ്മൾക്ക് പരിഗണിക്കാം. അതിനുശേഷം കുംഭം എന്ന് പറയുമ്പോൾ കുംഭം ഏന്തിയ ഒരു പുരുഷൻ, ഘടം ഏന്തിയ ഒരു പുരുഷനാണ്. അതും അവിടെ എന്താണ് 2 പാദങ്ങൾ തന്നെയായിട്ട് പറയാം. പിന്നെ ധനുരാശി എന്ന് പറയുന്നത് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പകുതി കുതിരയും പകുതി മനുഷ്യനുമായതുകൊണ്ട് ആദ്യത്തെ പകുതി എന്ന് പറയുന്നത് മനുഷ്യഗണത്തിലുള്ളത് കൊണ്ട്, മനുഷ്യൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ആദ്യത്തെ 15 ഡിഗ്രി, 30 ഡിഗ്രിയിൽ ആദ്യത്തെ 15 ഡിഗ്രി എന്ന് പറയുന്നത് ദ്വിപാത് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ മിഥുനം, കന്നി, തുലാം, കുംഭം, ധനുവിൻ്റെ ആദ്യ പകുതി ദ്വിപാത് രാശികളായിട്ട് പറയും. ഇനി അടുത്ത ചതുഷ്പാത് രാശികളാണ്. പേരുപോലെ തന്നെ 4 പാദങ്ങൾ ഉള്ള രാശികൾ എന്നർത്ഥത്തിൽ പറയാം. ചതുഷ്പാത് രാശികളിൽ വരുന്നത് മേടം, നമ്മൾക്കറിയാം ആടാണ്, ആടിന് 4 കാലുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ചതുഷ്പാത്താണ്. ഇടവം കാളയാണ്, 4 പാദങ്ങൾ തന്നെയാണ് അതിനുള്ളത്, അതും ചതുഷ്പാത്. അപ്പോൾ മേടം, ഇടവം, അത് കഴിഞ്ഞാൽ വരുന്നത് ചിങ്ങം രാശിയാണ്, സിംഹം, അതും 4 കാലുള്ളത് കൊണ്ട് ചതുഷ്പാത്തിൽ വന്നു. ശേഷം വരുന്നത് ധനുവിൻ്റെ ആദ്യ പകുതി ദ്വിപാത്താണ് എന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പകുതി കുതിരയോടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് എന്നതുകൊണ്ട് അത് ചതുഷ്പാത്തായിട്ട് വരും. അങ്ങനെ ധനുവിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതുഷ്പാത്താണ്. അതുപോലെ മകരത്തിൻ്റെ ആദ്യ പകുതി, മകരം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഒരു മുതല, മാനിനെ വിഴുങ്ങുന്ന ഒരു സ്വരൂപമാണ് അതിൻ്റേത്, മകരമത്സ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ പകുതി ഭാഗം എന്ന് പറയുന്നത് മാനും, അമാൻ എന്ന് പറയുന്നത് 4 കാലുള്ളതാണ്. ശേഷമുള്ള മുതല എന്ന് പറയുന്നത് ജലീയം, ജലത്തിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജലീയമായിട്ടും വരും. അപ്പോൾ മകരത്തിൻ്റെ ആദ്യ പകുതിയും നമ്മൾ ചതുഷ്പാത്തായിട്ട് എടുക്കാറുണ്ട്. ഇങ്ങനെ മേടം, ഇടവം, ചിങ്ങം, ധനുവിൻ്റെ രണ്ടാം പകുതി, മകരത്തിൻ്റെ ആദ്യ പകുതി, ഇത്രയുമാണ് നമ്മൾ ചതുഷ്പാത്ത് രാശികളായിട്ട് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ജലീയ രാശികളെക്കുറിച്ചാണ്. ജലരാശികൾ എന്ന് സിംപ്ലി പറയാറുണ്ട്. അത് കർക്കിടകം, മീനം, മകരത്തിൻ്റെ ആദ്യ പകുതി ചതുഷ്പാത്താണ് എന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ രണ്ടാമത്തെ പകുതി ജലരാശിയായിട്ട് നമ്മൾ കണക്കിലെടുക്കാറുണ്ട്. അപ്പോൾ കർക്കിടകം, മീനം, അതുപോലെ തന്നെ മകരത്തിൻ്റെ രണ്ടാം പകുതി ജലീയ രാശിയാണ്. ഇനി അവസാനം ഒരു കാറ്റഗറി ഉള്ളത് കീടരാശിയാണ്. കീടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും വൃശ്ചിക രാശിയാണ്. അപ്പോൾ വൃശ്ചിക രാശി ജലരാശിയായിട്ടും പരിഗണിക്കാറുണ്ട് തത്വങ്ങളിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇവിടെ ഈ ഒരു കാറ്റഗറിയിൽ അത് കീടരാശിയായിട്ടാണ് വരുന്നത്. അപ്പോൾ വൃശ്ചികം കീടരാശിയായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു തരംതിരിവ് കൂടി നമ്മൾ രാശികളിൽ പ്രധാനമായിട്ടും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ചതുഷ്പാത്ത്, ദ്വിപാത്ത്, ജലീയ, കീട രാശികൾ, ഇങ്ങനെ 4 കാറ്റഗറിയിലുള്ള രാശികളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. ഇതും ഫലഭാഗത്തിൽ ആവശ്യം വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ഹൃദിസ്ഥമാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്ത ഒരു തരംതിരിവ് പറയുന്നത് ദിനരാശികളും രാത്രി രാശികളും ഏതൊക്കെയാണ് എന്നാണ്. അതായത് പകൽ ബലമുള്ള രാശികൾ എന്ന് പറയാം,
രാത്രി രാശികളാണെങ്കിൽ രാത്രി ബലമുള്ള രാശികൾ എന്നും പറയാം. ദിനരാശികളായിട്ട് വരുന്നത് ചിങ്ങം. അത് ചിങ്ങം തൊട്ട് തുടങ്ങാൻ കാരണം പകലിൻ്റെ നാഥൻ സൂര്യനായതുകൊണ്ട് ചിങ്ങത്തിൽ നിന്ന് തുടങ്ങാം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, കുംഭം, മീനം. ഇങ്ങനെ 6 രാശികൾ ദിനരാശികളാണ്. ഇങ്ങനെ 6 രാശികൾ ദിനരാശികളായാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള 6 രാശികൾ രാത്രി രാശികൾ ആയിട്ട് പറയും. അതേതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ധനു, മകരം. ഈ 6 രാശികളാണ് രാത്രി രാശികൾ. ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഹ്രസ്വ ദീർഘ സമരാശികൾ ആണ്. വേറൊരു ക്ലാസിഫിക്കേഷനാണ് ഹ്രസ്വരാശികൾ, ദീർഘരാശികൾ, സമരാശികൾ. ഹ്രസ്വം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ, നീളം കുറഞ്ഞ എന്നുള്ളൊരർത്ഥത്തിൽ എടുക്കാം, അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞ എന്നുള്ള അർത്ഥത്തിൽ. ദീർഘം എന്ന് പറഞ്ഞാൽ വലുത് അല്ലെങ്കിൽ നീളം കൂടിയത് എന്നുള്ളൊരർത്ഥത്തിൽ. സമം എന്ന് പറഞ്ഞാൽ ഇടത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവ ഏതൊക്കെയാണ് എന്ന് നമ്മൾക്ക് പഠിക്കാം. ഹ്രസ്വരാശികളായിട്ട് വരുന്നത് കുംഭം, മീനം, മേടം, ഇടവം. ഈ 4 രാശികളാണ്. ചെറിയ രാശികൾ എന്നുള്ള അർത്ഥത്തിൽ പറയാം. നമ്മൾ രാശിമാനം നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, വളരെ ദൈർഘ്യം കുറഞ്ഞ 4 രാശികളാണ് ഇവ എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അപ്പോൾ ഹ്രസ്വരാശികളാണ് ഈ 4 രാശികൾ. ഇനി ദീർഘരാശികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം. അതായത് കുംഭം, മീനം, മേടം, ഇടവം എന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള 4 രാശികളാണ് ദീർഘരാശികളായിട്ട് വരുന്നത്. അപ്പോൾ കുംഭത്തിൻ്റെ ഓപ്പോസിറ്റുള്ള രാശി ചിങ്ങമാണ്, മീനത്തിൻ്റെ ഓപ്പോസിറ്റുള്ള രാശി കന്നിയാണ്, മേടത്തിൻ്റെ ഓപ്പോസിറ്റുള്ളത് തുലാം, ഇടവത്തിൻ്റെ ഓപ്പോസിറ്റുള്ളത് വൃശ്ചികം. അങ്ങനെ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നീ 4 രാശികൾ ദീർഘരാശികളായിട്ട് പറയുന്നു. ഇനി ബാക്കിയുള്ള 4 രാശികൾ മിഥുനം, കർക്കിടകം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ധനു, മകരം. ഈ 4 രാശികൾ സമരാശികളാണ്, ഇടത്തരം. വളരെ വലിപ്പം കൂടുതലില്ല, എന്നാലോ കുറവുമല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള രാശികളാണ് ഇവ. അപ്പോൾ ഹ്രസ്വരാശികൾ, ദീർഘരാശികൾ, സമരാശികൾ, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ രാശികളിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് രാശികളും അവയുടെ ശരീരപ്രകൃതികളും എന്നുള്ളൊരു തരംതിരിവാണ്. നമ്മൾക്കറിയാം, ആയുർവേദത്തിൽ വാദം, പിത്തം, കഫം എന്നിങ്ങനെ ഒരു തരംതിരിവുണ്ട്. ചില രാശികൾ പിത്തത്തിൻ്റെ ആധിക്യമുള്ളതായിരിക്കും, ചില രാശികൾ വാദത്തിൻ്റെ ആധിക്യമുള്ളതായിരിക്കും, ചിലത് കഫത്തിൻ്റേതായിരിക്കും, ചിലത് മിശ്രമായിരിക്കും. അങ്ങനെയുള്ളൊരു തരംതിരിവ് കൂടി നമ്മൾക്ക് പഠിക്കാം. ഇവിടെ മേടൻ അതിൻ്റെ ത്രികോണങ്ങളായിട്ട് വരുന്ന അഗ്നിരാശികൾ എന്ന് നമ്മൾ മുൻപേ പഠിച്ച ആ രാശികളെല്ലാം പിത്തപ്രകൃതിയുള്ള രാശികളാണ്. പിത്തത്തിൻ്റെ ആധിക്യം ഉള്ളത്, അല്ലെങ്കിൽ ഉഷ്ണം, പിത്തം എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ചൂടിനെയാണ്. അതിൻ്റെ ആധിക്യമുള്ള രാശികളെയാണ് നമ്മൾ പിത്തരാശികൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിത്തത്തിൻ്റെ വർധനവ് ഉള്ള രാശികളായിട്ട് നമ്മൾ ഈ മേടം അതിൻ്റെ ത്രികോണ രാശികളായിട്ടുള്ള ചിങ്ങം, ധനു ഈ 3 രാശികളെ പറയും, പിത്തപ്രകൃതിയിലുള്ള രാശികൾ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇടവം, അതിൻ്റെ ത്രികോണങ്ങളാണ് ഇടവം, കന്നി, മകരം. ഈ രാശികൾ വാദപ്രകൃതിയുള്ള രാശികളായിട്ടാണ് പറയുന്നത്, വാദത്തിൻ്റെ ആധിക്യമുള്ള രാശികളായിട്ട് പറയും. ശേഷമുള്ള മിഥുനം, തുലാം, കുംഭം എന്നീ രാശികൾ, അതായത് മിഥുനവും അതിൻ്റെ ത്രികോണവും ആയിട്ട് വരുന്ന രാശികളെ നമ്മൾ മിശ്രരാശികൾ, അല്ലെങ്കിൽ എല്ലാം തുല്യമായിട്ട് വരുന്ന രാശികളായിട്ട് നമ്മൾ പറയാറുണ്ട്. ഒന്നും അങ്ങനെ വളരെ ആധിക്യം എന്ന് പറയാനില്ല, എല്ലാം സമ്മിശ്രമായിട്ട് വരുന്ന ഒരു രാശികളാണ് ഈ 3 രാശികൾ, മിഥുനവും അതിൻ്റെ ത്രികോണവും. അതായത് വായുരാശികളായിട്ട് പറഞ്ഞ പഞ്ചഭൂത തത്വങ്ങളിൽ വായുരാശികളായിട്ട് പറഞ്ഞത്. അവസാനം വരുന്ന കർക്കിടകം, ജലരാശികൾ ആയിട്ട് വരുന്ന, ജലതത്വമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രാശികളായിട്ടുള്ള കർക്കിടകം, വൃശ്ചികം, മീനം. കർക്കിടകത്തിൻ്റെ ത്രികോണ രാശികൾ എന്ന് പറയുന്നത് കഫത്തിൻ്റെ ആധിക്യമുള്ള രാശികളാണ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു തരംതിരിവ് കൂടി നമ്മൾക്ക് പഠിക്കാം, പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ദ്വിപാത്, ചതുഷ്പാത് ഇങ്ങനെയുള്ള ജലീയ കീടരാശികളെ കുറിച്ചിട്ടാണ്. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ദിനരാശികളും രാത്രി രാശികളും, ഹ്രസ്വദീർഘ സമരാശികൾ, അവസാനമായിട്ട് പറഞ്ഞത് രാശികളുടെ ശരീരപ്രകൃതമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്കേവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. മനസ്സിലാകാത്തവർക്ക് സംശയങ്ങൾ കമൻറ്റുകളായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.